So, hello students. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇസ് ബേസിക്കലി algebra 2. സോ ഈ പേപ്പറിൻ്റെ algebra 1 വേർഷൻ നിങ്ങൾ ഓൾറെഡി യു ഹാവ് ലേൺഡ് ഇൻ MSc മാത്തമാറ്റിക്സ് S1, ഓക്കെ, ഇൻ സെമസ്റ്റർ 1. അപ്പോൾ ഇത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കോഴ്സാണ്. സോ ഇതിൻ്റെ പ്രീ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾ കഴിഞ്ഞ സെമ്മിലെ algebra 1 കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആണ് എന്ന വിശ്വാസത്തിൽ ആണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അപ്പം ഇതിൽ ബേസിക്കലി 3 മൊഡ്യൂൾസ് ഉള്ളത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, 3 മൊഡ്യൂൾസ് ഉള്ളത്. വിൽ ബി സ്റ്റാർട്ടിങ് ഇൻഫാക്ട് വിത്ത് ഐഡിയൽസ്. ഓക്കെ, ഇപ്പം റിങ്സും ഫീൽഡും ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം വിൽ ബി ജസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ഐഡിയൽസ്, ഓക്കെ, ഇൻ ദിസ് പെർട്ടിക്കുലർ ലെക്ചർ. അപ്പോൾ നമുക്ക് ലെക്ചറിലേക്ക് പോകാം. Okay, so as I told, the prerequisite for this particular course is basically S1 MSc Maths Algebra 1 paper. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐഡിയൽസ് എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താ റിങ് എന്നെല്ലാം നിങ്ങൾക്കറിയാം. സോ ഐ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് an ideal. So an additive subgroup n of a ring R satisfying the properties an subset of n and nb subset of n for all ab belongs to R is an ideal. So this is actually an example for an ideal. So you might have seen in the previous year also. നിങ്ങൾ ഈ previous semester നിങ്ങൾ ഐഡിയൽ ഒക്കെ എന്താ നിങ്ങൾക്ക് അറിയാം. എന്താണ് ജസ്റ്റ് ഞാൻ ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അത്. അപ്പം ഒരു റിങ് നിങ്ങൾ R എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സബ്സെറ്റ് തന്നെ എടുക്കുക. അത് n ഒരു അഡിറ്റീവ് സബ് ഗ്രൂപ്പ് ആയിരിക്കണം. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു ദ പ്ലസ് ഇൻ R it should be a subgroup, and if it satisfies two conditions, അതായത് an subset of n and nb subset of n ആയിരിക്കണം for all ab belongs to R. അതായത് നിങ്ങൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, if you take any ab in R or if you take any a in R, an should belong to n, where n belongs to your n. ക്യാപിറ്റൽ എന്നിലുള്ള സ്മോൾ n എടുക്കുക. അങ്ങനെയാണെങ്കിൽ an എല്ലാം എന്നിലുണ്ടാവണം. അതേപോലെ all nb, if you take a b in R, nb should be belonging to n, where n belongs to n. ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതൊരു ഐഡിയൽ ആണ് എന്ന് പറയാം. അതായത് ഈ സെറ്റ് n ഒരു ഐഡിയൽ ആണെന്ന് പറയാം. ഓക്കെ, ഐഡിയൽ ഓഫ് അവർ റിംഗ് R. So example, nz is an ideal of the ring Z. So z plus dot, usual addition and multiplication with which we define the ring Z. ഓക്കെ, അതിൽ നിങ്ങൾ nz എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2z 3z 4z അങ്ങനെയൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, അപ്പം 2z എന്ന സെറ്റ് എന്താണ്? 2z എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, എന്തൊക്കെയാണ് വരാം 2zൽ? അതായത് you get something like -6 -4 -2 0 2 4 6 അങ്ങനെ എല്ലാ എലിമെൻറ്റ്സും, isn't it? This is actually 2z. Similarly you can define nz. So this set is actually an ideal എന്നാണ് പറയുന്നത്, okay, of the ring Z. ഇത് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ചെക്ക് ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ ഇത് nz ഒരു അഡിറ്റീവ് സബ് ഗ്രൂപ്പ് ഓഫ് z ആണോ ചെക്ക് ചെയ്യണം. അതുപോലെ സെക്കൻഡ് കണ്ടീഷൻ അതും ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അഡിറ്റീവ് സബ് ഗ്രൂപ്പ് ആണോ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്കറിയാം. സബ് ഗ്രൂപ്പ് ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന്. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് എങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുക സബ് ഗ്രൂപ്പ് ആണോ എന്ന്, അഡിറ്റീവ് സബ് ഗ്രൂപ്പ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? അതെ, നിങ്ങൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം നിങ്ങൾക്കറിയാം. ഈ nz സബ് ഗ്രൂപ്പ് ഓഫ് z എന്ന് കാണിക്കണമെങ്കിൽ you have to show that like അതായത് h ഓൾറെഡി നോൺ എംപ്റ്റി ആണ് ഇവിടെ നിങ്ങൾക്കറിയാം. സോറി, h മീൻസ് nz is non empty, and if you can show that for all a and b in h or in nz, അതായത് nz ന്ന് ഏത് രണ്ട് എലിമെൻറ്റ്സ് എടുത്താലും, ഇപ്പോൾ എയും ബിയും നിങ്ങൾ nz ന്ന് എടുക്കുകയാണെങ്കിൽ a plus minus b should belong to your nz itself.
ഓക്കെ, എയും ബിയും നിങ്ങൾ എൻ സെഡിൽ നിന്ന് എടുക്കുക. എന്നിട്ട് എ പ്ലസ് മൈനസ് ബി, നിങ്ങൾ എ ബി മൈനസ് എ ബി ഇൻവേഴ്സ് ഇസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സെറ്റ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ അഡിറ്റീവ് സബ് ഗ്രൂപ്പ് അതിനെ കൊണ്ടാണ് ഞാനിങ്ങനെ എ പ്ലസ് ഇറ്റ്സ് ഇൻവേഴ്സ് ബീൻ്റെ ഇൻവേഴ്സ് ഇത് ബിലോങ്സ് ടു എൻ സെഡ് ആയിരിക്കണം എന്ന് കാണിച്ചാൽ അത് അഡിറ്റീവ് സബ് ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ 2Z എടുക്കുകയാണെങ്കിൽ വാട്ട് ഷുഡ് ഹാപ്പൻ, നിങ്ങൾ എയും ബിയും 2Z നിന്ന് എടുക്കുക. അത് ഫോർ എക്സാമ്പിൾ 2 ഞാൻ എ ആക്കി എടുത്തു, സേ 4 ഞാൻ എന്ത് പറയുന്നു ബി ആക്കി എടുത്തു. ഇങ്ങനെയെങ്കിൽ 2 പ്ലസ് മൈനസ് 4, 2 പ്ലസ് മൈനസ് 4 വരുമ്പം 2 പ്ലസ് മൈനസ് 4 എന്താ വരിക? അതെ, 2 പ്ലസ് മൈനസ് 4 എന്താ നിങ്ങൾക്ക് കിട്ടുക? 2 പ്ലസ് മൈനസ് 4 വരുമ്പോൾ നമുക്ക് കിട്ടുക മൈനസ് 2 which is again in 2Z. So this happens for any a and b in this set. Okay, so it is actually an additive subgroup of Z. So this can be checked for all nz. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്മളിവിടെ എടുക്കുന്ന എ 2ഉം ബി 4ഉം ആണ്. അപ്പം എ പ്ലസ് മൈനസ് ബി, അതായത് ബീൻ്റെ ഇൻവേഴ്സ്, അതായത് എ പ്ലസ് മൈനസ് 4, കാരണം ഇവിടെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0 ആണല്ലോ. അപ്പം 4ൻ്റെ ഇൻവേഴ്സ് എന്താ വരിക? -4 വരും. അപ്പം 2 പ്ലസ് -4 വീണ്ടും 2Z ഉണ്ടാവണം. 2 പ്ലസ് -4 എന്നാൽ -2 ആണ്. ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ 2Z. ഓക്കെ, similarly you have to check the second condition. Second condition says that നിങ്ങളൊരു എസ് ഒരു എ നിങ്ങൾ ആർന്ന് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, യു ഹാവ് ടു ഷോ ദാറ്റ് എ എൻ ഇസ് സബ്സെറ്റ് ഓഫ് എൻ. അതായത് നിങ്ങൾ if you take an A in R and you find all AN, okay, it should be in actually N. So that is what you have to show. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടുത്തെ N എന്താണ്? ഇവിടുത്തെ N എന്ന് പറഞ്ഞാൽ NZ ആണ്. ഇവിടുത്തെ N എന്ന് പറഞ്ഞാൽ NZ ആണ്. അപ്പോൾ NZയിലൊരു എലിമെൻറ്റിൻ്റെ ഫോം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? NM, ഒരു ഇങ്ങനത്തെ ഒരു ഫോം ആയിരിക്കും, NM ഫോമിൽ. ഓക്കെ, വേർ M obviously is in Z. എന്നിട്ട് നമ്മൾ കാണിക്കേണ്ടത് A, അപ്പോൾ എ എൻ എന്ന് പറയുമ്പം or here you can see we have taken Sn. Okay, so the elements will be actually the form SNM. Okay, SNM should belongs to your NZ itself. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? SNM നമുക്ക് എങ്ങനെ എഴുതാം? NM S എന്ന് എഴുതാം. അതിന് വീണ്ടും നമുക്ക് NMS എന്ന് എഴുതാം. ഓക്കെ, so which belongs to NZ. കാരണം ഇതിലെ എലിമെൻസിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ഒരു N ഇൻറ്റു K ഫോമിലായിരിക്കും. ഇതിൻ്റെ K belongs to your Z. അപ്പോൾ ഇത് ഫോമിലായി, isn't it? So it is actually it satisfies this condition. Similarly you can check the other one also. So NZ is actually an ideal of the ring Z. Okay, അതൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കഴിഞ്ഞ വർഷം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം ഇനി എന്താണ് സബ് റിംഗ്? ഓക്കെ, വാട്ട് യു മീൻ ബൈ എ സബ് റിംഗ് ഓഫ് എ റിംഗ്? അപ്പോൾ നിങ്ങളൊരു റിംഗ് എടുക്കുക, സേ R പ്ലസ് ഡോട്ട്, ആൻഡ് ഇഫ് യു ടേക്ക് എ സബ്സെറ്റ് ഓഫ് R to be S, okay, if it satisfies two conditions, then we can say that it's an subring of R. ആദ്യത്തെ എന്താ വെച്ചാൽ A plus minus B should belong to S for all AB in S, and also with respect to multiplication ഈ ഡോട്ട് AB should belong to S where AB belongs to S. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക്, അല്ലെങ്കിൽ ഇതൊരു സബ്റിംഗ് ആവാൻ ചെക്ക് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് പറയാം, അതിൻ്റെ ഒരു സബ്സെറ്റ്, ഈ റിങ്ങിൻ്റെ ആറിൻ്റെ ഒരു സബ്സെറ്റ് വിച്ച് ഇസ് ആക്ച്വലി എ റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ സെയിം ഓപ്പറേഷൻസ്. ഈ സെയിം പ്ലസും ഡോട്ടും വിത്ത് റെസ്പെക്ട് ഈ സെയിം പ്ലസും ഡോട്ടും ഈ എസ് ഒരു റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് സബ് റിംഗ് എന്ന് വിളിക്കാം. പക്ഷേ സബ് റിംഗ് ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് A plus minus B belongs to S with respect to plus നമ്മൾ പറയുന്നത് A plus minus B belongs to S where AB belongs to S. Also AB belongs to S where A, B belongs to S. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അതിനെ സബ് റിംഗ് എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഏത് ഐഡിയൽ എടുത്താലും അതൊരു സബ് റിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം ഇവിടുത്തെ കണ്ടീഷൻ എന്തൊക്കെയാണ് നമ്മളെ. അപ്പോൾ ഐഡിയലും സബ് റിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
അതിൽ ഈ സെക്കൻഡ് കണ്ടീഷനിലാണ് വ്യത്യാസം വരുന്നത്. സെക്കൻഡ് കണ്ടീഷൻ എന്താ ഇവർ പറയുന്നത് വെച്ചാൽ an ഷുഡ് ബി സബ്സെറ്റ് ഓഫ് n എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഒരു a നിങ്ങൾ റിംഗിൽ നിന്ന് എടുക്കുക, എന്നിട്ട് an നിങ്ങളെ n ഉണ്ടാവണം. ഓക്കെ, an നിങ്ങളെ a ഇൻറ്റു n നിങ്ങളെ n ഉണ്ടാവണം a റിംഗിൽ നിന്ന് എടുക്കുമ്പോൾ. ഓക്കെ, പക്ഷേ സബ് റിംഗ് വരുമ്പോൾ എന്താ പറയുന്നത്, നമ്മൾ രണ്ടും ആ എസ് തന്നെ എടുക്കുന്നത്. ഓക്കെ, ആൻഡ് എ ബി ബിലോങ്സ് ടു എസ് ആയിരിക്കണം. മറ്റേ കേസിൽ പറയുന്നത് വെച്ചാൽ എസ്സോ എന്നോ എന്താ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പം ആ കേസിൽ എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾ എൻ എടുക്കുക, ഓക്കെ, എ ആറിന്ന് എടുക്കുക, റിംഗിൽ നിന്ന് എടുക്കുക, എന്നിട്ട് എ എൻ കണ്ടുപിടിക്കുക, എല്ലാ എ എൻസും. അതായത് എ എന്ന് പറയുമ്പം സെറ്റിൽ എലിമെൻറ്റ്സ് പറഞ്ഞാൽ എ ഇൻറ്റു സ്മോൾ എൻ ആണ്, വേർ എൻ ബിലോങ്സ് ടു എൻ ആണ്. അപ്പം ഈ എ എന്നുകളെല്ലാം എന്നിലുണ്ടാവണം. അതാണ് ഐഡിയലിൻ്റെ കണ്ടീഷൻ. അതുപോലെ എല്ലാ എൻ എകളും എന്നിലുണ്ടാവണം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ എ ബി ഷുഡ് ബിലോങ് ടു എസ്, വേർ ബോത്ത് എ ആൻഡ് ബി ബോത്ത് ആർ ഫ്രം എസ്. ഓക്കെ, അതാണ് വ്യത്യാസം. സോ വാട്ട് വി ക്യാൻ ടെൽ ഹിയർ ഈസ് ദാറ്റ് എല്ലാ ഐഡിയലുകളും ഒരു സബ് റിംഗ് ആയിരിക്കും. കാരണം ഇത് ഏത് ഐഡിയലാണെങ്കിൽ ഏത് എ ആർന്ന് എടുത്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ല, എ ബി. അതായത് നിങ്ങൾ എന്നിന് പകരം ഞാൻ ബി എന്ന് എടുക്കുകയാണെങ്കിൽ ചോദിച്ചു. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ടേക്ക് ബി, ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് എൻ. സോ അപ്പം ഏത് ബി ബി നിങ്ങൾ എന്ന് ഫിക്സ് ചെയ്ത് ഏത് എ നിങ്ങൾ ആറിന് എടുത്താലും എ ബി ബിലോങ്സ് ടു എൻ ആയിരിക്കും. ഓക്കെ, ആർക്ക് ഐഡിയലിന്. പക്ഷേ നമ്മൾ സബ് റിംഗ് വരുമ്പം അപ്പോൾ ഐഡിയലിന് ഏത് എ ബിലോങ്സ് ടു ആറിന് എ ബി ബിലോങ്സ് ടു എൻ ആണെങ്കിൽ ഇൻ പെർട്ടിക്കുലർ നിങ്ങൾ എ എന്നിലാണെങ്കിലും എന്ത് പറ്റും, എ ബി ബിലോങ്സ് ടു എൻ ആയിരിക്കും അല്ലേ. അതാണ് ഐഡിയലിൻ്റെ കണ്ടീഷൻ. അപ്പം നമുക്ക് എന്താ പറയാൻ പറ്റുക, എവറി ഐഡിയൽ ഇസ് ആക്ച്വലി എ സബ് റിംഗ്, ബട്ട് ദ റിവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. ഓക്കെ, ഇത് എപ്പോഴും ട്രൂ ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഐഡിയലിൻ്റെ കേസിലെ കണ്ടീഷൻ കുറച്ച് റിലാക്സ്ഡ് ആണ്, പക്ഷേ ഇവിടെ കുറച്ചും കൂടി സ്പെസിഫിക് ആണ്. ഓക്കെ, അത് ഇത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് തിങ്, സോ ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് നോക്കുക. അതായത് എഫ് ബി എ റിംഗ് ഓഫ് ഓൾ ഫങ്ഷൻസ് മാപ്പിംഗ് ആർ ഇൻറ്റു ആർ. ഓക്കെ, ആറിലേക്കുള്ള എല്ലാ ഫങ്ഷൻസും എടുക്കുക എഫ്, ആൻഡ് ലെറ്റ് സി ബി എ സബ് റിംഗ് ഓഫ് എഫ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസ് ഇൻ എഫ്. അതായത് എല്ലാ കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസും ആ റിങ്ങിലുള്ള അതിൻ്റെ സബ് റിങ് എടുക്കുക സി, അതായത് സെറ്റ് ഓഫ് ഓൾ കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസ് ഇൻ എഫ് എടുക്കുക. അങ്ങനെയെങ്കിൽ the product of a constant function with every function is again need not be a constant function അല്ലേ. അതായത് നിങ്ങൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ സബ് റിങ്ങുകളും ഐഡിയൽ ആയിക്കോണമെന്നില്ല ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഓക്കെ, നിങ്ങളിവിടെ എഫ് എടുത്തു, എഫ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് മാപ്പിംഗ് ഫ്രം ആർ ടു ആർ എടുത്തു, അതിൻ്റെ ഒരു സബ് റിങ് എടുത്തു നിങ്ങൾ സി, ഇതിലെല്ലാം കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസ് ആണ്. അപ്പം നമ്മൾ കണ്ടീഷൻ വെച്ചിട്ട് അതൊരു സബ് റിംഗ് ആണ്, പക്ഷെ അതൊരു ഐഡിയൽ ആവില്ല. കാരണം ഐഡിയൽ ആവണം എന്താ കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, നിങ്ങൾ എടുക്കുന്ന ഈ എ ആർ എന്നായിരിക്കണം. ഇവിടുത്തെ ആർ എന്ന് പറഞ്ഞാൽ എ ജനറൽ ഫംഗ്ഷൻ മാപ്പിംഗ് ഫ്രം ആർ ടു ആർ ആണ്. ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സീൽ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസ്. അപ്പോൾ ഒരു ജനറൽ ഫംഗ്ഷനെ നിങ്ങൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കണമെന്നില്ല. അതായത് ആ സി തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് ശരിക്കും എന്താവില്ല, അതൊരു ഐഡിയൽ ആവില്ല. ഓക്കെ, it need not be an ideal. So you can see here, if I take two functions sin x and 2, sin x എന്ന ഫംഗ്ഷൻ എടുക്കുക, 2 f of x equal to 2 എന്ന ഫംഗ്ഷൻ എടുക്കുക, പ്രൊഡക്റ്റ് എടുത്താൽ 2 sin x കിട്ടും. പക്ഷേ 2 sin x എവിടെ ഇല്ല, 2 sin x ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ അല്ല, സീലില്ല. isn't it? So we can say that your this c is not an ideal, but it is actually a sub ring. Okay, അതൊരു സബ് റിംഗ് ആണ്, പക്ഷേ ഐഡിയൽ അല്ല. സോ എവറി ഐഡിയൽ ഇസ് സബ് റിംഗ്. ഓക്കെ, ബട്ട് തിരിച്ചാവണമെന്നില്ല. ഓക്കെ, ഇനി പറയാനുള്ള കാര്യം, ഇതൊക്കെ ജസ്റ്റ് ഒരു ബ്രഷിംഗ് അപ്പ് ആണ്. എനിക്ക് നമ്മളെ കോൺസെപ്റ്റ്സിലേക്ക് പോകാൻ വേണ്ടി ബ്രഷിംഗ് അപ്പ് നടത്തുന്നത് മാത്രം. ഇതെല്ലാം നമ്മളെ കഴിഞ്ഞ സെമ്മിലെ പോർഷൻസ് ആണ്. ഞാനിത് നമ്മളെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 27 മുതലാണ്. അപ്പം
അതിന് മുമ്പ് ജസ്റ്റ് ചെറിയൊരു ബ്രഷിംഗ് അപ്പ് ചെയ്യാമെന്ന് വെച്ചു. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, അപ്പം ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വെച്ച് മാത്രം പറയുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ലെറ്റ് n be an ideal of a ring R, then the additive cosets of n, okay, the additive cosets of n form a ring R by n, okay, we call it as a factor ring or quotient ring with binary operations a plus n plus b plus n എന്ന് പറഞ്ഞാൽ a plus b plus n ആണ്. അതുപോലെ a plus n ടൈംസ് b plus n എന്ന് പറഞ്ഞാൽ a b plus n ആണ്. അപ്പോൾ ഈ രണ്ട് ബൈനറി ഓപ്പറേഷൻസ് റെസ്പെക്ട് ഈ രണ്ട് ബൈനറി ഓപ്പറേഷൻസ് ആർ ബൈ എൻ എന്ന് പറഞ്ഞ സംഭവം ഒരു റിംഗ് ആണ്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഫാക്ടർ റിംഗ് അല്ലെങ്കിൽ കോഷ്യൻ റിംഗ് വിളിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇത് മറന്നു പോകരുത്. ഇറ്റ്സ് ആക്ച്വലി ദ അഡിറ്റീവ് കോസറ്റ്സ് ഓഫ് എൻ. അഡിറ്റീവ് കോസറ്റ്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എൻ ബി പ്ലസ് എൻ അങ്ങനത്തെ കോസറ്റ്സ് എൻ്റെ ഇങ്ങനെ നമ്മൾ അഡിറ്റീവ് കോസറ്റ്സ് ഓഫ് എൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് തിരിഞ്ഞു പോയത് നിങ്ങൾ ഡിസ്കഷനിൽ അത് നമ്മൾ പോകുമ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു ഞാൻ അതെ, അതായത് ഇപ്പോൾ നിങ്ങൾ Z6 എടുക്കുക, +6 and .6 addition modulo 6 and multiplication modulo 6. If you take two operations, it is a ring. You take an n subset of Z6, say set containing elements 0 and 3. Z6 എന്താണ് സെറ്റ്? 1 0 1 2 3 4 5 ആണ് നമ്മളെ സെറ്റ് അല്ലേ. സോ n 0 3 എടുക്കുക. അങ്ങനെയെങ്കിൽ Z6 by n, ദാറ്റ് ഈസ് നമ്മൾ R by n ഫോമിൽ റിംഗ് ഫാക്ടർ റിംഗ് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ അതിൻ്റെ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അഡിറ്റീവ് കോസറ്റ്സ് ഓഫ് n ആയിരിക്കും. അതായത് 0 പ്ലസ് n ആയിരിക്കും. 0 പ്ലസ് n, അതായത് നിങ്ങൾ ഇതിനകത്ത് നിന്ന് എലിമെൻറ്റ്സ് എടുക്കുക. അപ്പോൾ 0 എടുക്കുക, 0 പ്ലസ് n ഒരു എലിമെൻ്റ് ആയിരിക്കും. 1 പ്ലസ് n വേറെ എലിമെൻ്റ് ആയിരിക്കും. 2 പ്ലസ് n വേറെ എലിമെൻ്റ് ആയിരിക്കും. അപ്പോൾ 1 പ്ലസ് n എന്ന് പറഞ്ഞാൽ 0 പ്ലസ് n എന്ന് പറഞ്ഞാൽ എന്താ? 0 പ്ലസ് ഈച്ച് എലിമെൻറ്റ് ഇൻ n, അപ്പോൾ 0 3 തന്നെ വരും. 1 പ്ലസ് n എന്ന് പറഞ്ഞാൽ 1 4 വരും. 2 പ്ലസ് n എന്ന് പറഞ്ഞാൽ 2 5 എന്ന സെറ്റ് വരും. ഓക്കെ, പക്ഷേ 3 പ്ലസ് n നിങ്ങൾ നോക്കൂ. 3 പ്ലസ് n എന്താ വരിക? 3 0, അതെന്താ? 0 3 തന്നെയാണ്. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 0 n, അതായത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതുപോലെ നിങ്ങൾ 1 പ്ലസ് n എടുത്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? സെയിം 4 പ്ലസ് n തന്നെ ആയിരിക്കും. അതുപോലെ നിങ്ങൾ 2 പ്ലസ് n എടുത്താൽ നിങ്ങൾക്ക് കിട്ടുക ശരിക്കും ഒരു 5 പ്ലസ് n ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം സെയിം ആയിരിക്കും. അപ്പം ഇൻഡയറക്റ്റ്ലി പറഞ്ഞാൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 5 പ്ലസ് n കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഇൻഡയറക്റ്റ്ലി പറഞ്ഞാൽ കൂടെ 3 എലിമെൻറ്റ്സേ ഉള്ളൂ. ഈ 3 എലിമെൻറ്റ്സേ ഉള്ളൂ ആർ ബൈ n. ഓക്കെ, അപ്പോൾ അവിടെ പറയാൻ ഉദ്ദേശിച്ചു. സോ സിമ്പിൾ എക്സാമ്പിൾ, യു ക്യാൻ വിഷ്വലൈസ് തിങ്സ്. ഇനി പറയേണ്ടത് നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചൊരു റിസൾട്ടാണ് ഫണ്ടമെൻ്റൽ ഹോമോർഫിസം തിയറം, റിംഗ് ഹോമോർഫിസം ഒരു റിസൾട്ടാണ്. അതായത് ലെറ്റ് ഫൈ ബി എ മാപ്പിംഗ് ഫ്രം ആർ ടു ആർ പ്രൈം, ലെറ്റ് ബി റിംഗ് ഹോമോമോർഫിസം ഫ്രം കേർണൽ എൻ, വിത്ത് കേർണൽ എൻ. ഓക്കെ, ഇറ്റ്സ് എ റിംഗ് ഹോമോമോർഫിസം വിത്ത് കേർണൽ എൻ. സോ കേർണൽ എൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സെറ്റ് ഓഫ് ഓൾ സേ എ ഇൻ ആർ for which phi of a is mapped onto the 0 in your R dash, additive identity in R dash. So that is your kernel of the mapping phi. Okay, this is your kernel of the mapping phi. ഇല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻവേഴ്സ് ഇമേജ് ഓഫ് 0 പ്രൈം ഇൻ R dash. ഓക്കെ എന്ന് പറയാം kernel. So let phi be an mapping from R to R prime, let it be an ring homomorphism with kernel n, then phi of R will be actually a ring. Okay, phi of R ring ആയിരിക്കും. And the map from R by n to phi of R, അതായത് mu എന്ന മാപ്പ് from R by n to phi of R given by mu of x plus n is actually equal to phi of x. നിങ്ങൾക്ക് കാണാം R by n എലിമെൻറ്റ്സ് എന്നാൽ കോസറ്റ്സ് ആയിരിക്കും n ൻ്റെ, അഡിറ്റീവ് കോസറ്റ്സ് ഓഫ് n ആണ്. അപ്പോൾ എക്സ് ബൈ എൻ അങ്ങനത്തെ എലിമെൻറ്റ് എക്സ് ബൈ എൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇമേജ് പറഞ്ഞെങ്കിൽ we are taking as phi of x. So it will be actually an isomorphism. ഇതൊരു isomorphism ആയിരിക്കും. അതുപോലെ if R to R by n is the homomorphism given by gamma of x is equal to x plus n. ഓക്കെ, ഇതിനെ പിന്നെ നമ്മളൊരു canonical homomorphism എന്നൊക്കെ പറയും. Gamma of x equal to x plus n. Then for each x belongs to R, phi of x is given by mu gamma of x. ഓക്കെ, mu gamma of x. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഗാമ ഇസ് എ മാപ്പിംഗ് ഫ്രം ആർ ടു ആർ ബൈ എൻ, ആൻഡ് മ്യൂ ഇസ് എ മാപ്പിംഗ് ഫ്രം ആർ ബൈ എൻ ടു ഫൈ ആൻഡ് ഫൈ ഓഫ് ആർ, ആൻഡ് ഫൈ ഇസ് എ മാപ്പിംഗ് ഫ്രം ആർ ടു ഫൈ ഓഫ് ആർ.
അപ്പോൾ ആർ ടു ആർ ബൈ എൻ ഗാമയാണ്, ആർ ബൈ എൻ ടു ഫൈ ഓഫ് ആർ മ്യൂ ആണ്, ആൻഡ് ഫൈ ഈസ് ആക്ച്വലി മ്യൂ ഗാമ, മ്യൂ കോമ്പോസിഷൻ ഗാമ. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ കഴിഞ്ഞ സമയം പഠിച്ച വേറെ റിസൾട്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ഓക്കെ, നിങ്ങൾ യു ഓൾസോ ലേൺഡ് ഇൻ ഗ്രൂപ്പ് തിയറി ഒരു വേർഷൻ ഓഫ് ഇത് നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. So I'll just give an example of this. Suppose so if you take the ring Z, okay, Z plus dot, if you take the ring Z plus dot, okay, initial addition and multiplication, integers, set of integers, then nz എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഐഡിയൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ മുകളിൽ കണ്ടു nz ഒരു ഐഡിയൽ ആയിരിക്കുന്നു. ആൻഡ് സോ z ബൈ nz എന്തായിരിക്കും? ഒരു റിംഗ് ആയിരിക്കും, ഇതൊരു ഫാക്ടർ റിംഗ് ആയിരിക്കും. ഓക്കെ, nz ഐഡിയൽ ആണ്, അപ്പോൾ z ബൈ nz is actually a factor ring. You define a mapping from z to zn. Okay, you define a mapping from z to zn as phi of m എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ഓഫ് m മോഡുലോ n. അതായത് നിങ്ങൾ ഇസഡിലൊരു എലിമെൻറ്റ് എം എടുക്കുക, അതിൻ്റെ ഇമേജ് ഫൈ ഓഫ് എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ജസ്റ്റ് ടേക്ക് എം മോഡുലോ എൻ, അതായത് എമ്മിനെ എന്നോട് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ റിമൈൻഡർ എടുക്കുക, അതാണ് എം റിമൈൻഡർ ഓഫ് എം മോഡുലോ എന്ന് എഴുതുക. അതാണ് നിങ്ങളെ ഫൈ ഓഫ് എം. അപ്പോൾ അത് സെഡ് എന്നുള്ള വാല്യൂ ആയിരിക്കും, isn't it? And kernel of phi is nz. Okay, and kernel of phi is nz. So here you can see we take a mapping r from phi from r to r dash with kernel of with kernel n, then phi of r is n. Okay, so here we are taking a mapping phi. Here you can see phi is a map from r to phi of r. Okay, so here you can see phi is a map from z to zn, z to zn, and here we are defining phi of m to be a remainder of m modulo n. ശരിക്ക് ഇവിടെ നിങ്ങൾ മ്യൂ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക, അതായത് മ്യൂ ആർ ബൈ മ്യൂ എവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത മുകളിൽ മ്യൂ ഇസ് ഡിഫൈൻഡ് ഫ്രം ആർ ബൈ എൻ ടു ഫൈ ഓഫ് ആർ, അതൊരു ഐസോമോർഫിസം ആയിരിക്കും പറയുന്നത്. ഡിഫൈൻഡ് ബൈ മ്യൂ ഓഫ് എക്സ് പ്ലസ് എൻ ഇസ് ഫൈ ഓഫ് എക്സ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അതായത് മ്യൂ ഇസ് ആർ ബൈ എൻ ടു ഫൈ ഓഫ് ആർ. ഓക്കെ, ഫൈ ഓഫ് ആർ ഡിഫൈൻഡ് ബൈ മ്യൂ ഓഫ് എം പ്ലസ് എൻ സെഡ്. നമ്മൾ എൻ ഇവിടുത്തെ ക്യാപിറ്റലിൽ നിന്ന് ഇവിടെ എൻ സെഡ് ആണ് നമ്മളെ ഐഡിയൽ. അപ്പം എം പ്ലസ് എൻ സെഡ് ഇസ് മാപ്ഡ് ഓൺ ടു ഫൈ ഓഫ് എം. ഫൈ ഓഫ് എം എന്താണ്? റിമൈൻഡർ ഓഫ് എം മോഡ് എൻ. ഇത് ശരിക്കും ഒരു ഐസോമോർഫിസം ആയിരിക്കും. ഓക്കെ, ദിസ് വിൽ ബി ആക്ച്വലി എൻ ഐസോമോർഫിസം. സോ അതാണ് നമ്മൾ പറയുന്നത് ഇസെഡ് ബൈ എൻ സെഡ് ഇസ് ഐസോമോർഫിക് ടു ഇസെഡ് എൻ. ഇസെഡ് ബൈ എൻ സെഡ് വി സേ ഇറ്റ്സ് ഐസോമോർഫിക് ടു ഇസെഡ് എൻ. ചിലപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, സാർ പറഞ്ഞിട്ടുണ്ടാവും. So this is actually the fact which will be using many places. Okay, so Z is a ring, nz is actually an ideal, so the factor ring Z by nz is isomorphic to Zn. Okay, so now next let's move on. ഇനി നമുക്ക് നമ്മളെ കോൺസെപ്റ്റിലേക്ക് വരാം, നമ്മളെ സെക്ഷനിലേക്ക് വരാം. So our under discussion is actually this section. ഇവിടുന്ന് നമ്മൾ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈം ആൻഡ് മാക്സിമൽ ഐഡിയൽസ്. എന്താണ് പ്രൈം ഐഡിയൽസ്, എന്താണ് മാക്സിമൽ ഐഡിയൽസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ വൺ തിങ് വി ക്യാൻ സീ ഓൾവേസ് ഇസ് ദാറ്റ് നിങ്ങൾ ഏതൊരു നോൺ സീറോ റിംഗ് എടുത്താലും റിംഗ് ആർ എടുത്താലും അതിനെപ്പോഴും അറ്റ്ലീസ്റ്റ് രണ്ട് ഐഡിയൽസ് ഉണ്ടാവും. അതായത് ഒന്ന് അതിൻ്റെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഐഡിയൽ ആർ തന്നെ, അത് ആ സെയിം റിംഗ് തന്നെ. ഓക്കെ, ആ സെയിം റിംഗ് തന്നെ ഒരു ഐഡിയൽ ആയിരിക്കും. പിന്നെ വരുന്ന ട്രിവിയൽ ആയിട്ടുള്ള കേസ്, ട്രിവിയൽ ഐഡിയ, അത് നിങ്ങളെ സിംഗിൾട്ടൺ സീറോ, അഡിറ്റീവ് ഐഡൻറ്റിറ്റി സീറോ, സിംഗിൾട്ടൺ സീറോ ആയിരിക്കും, ആ സെറ്റ് സീറോ ആയിരിക്കും ഒരു ട്രിവിയൽ ഐഡിയൽ. ഓക്കെ, ട്രിവിയൽ ഐഡിയൽ. ഇത് രണ്ടും എപ്പോഴും ഏത് റിങ്ങിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് രണ്ട് ഐഡിയൽസ് ഉണ്ടാവും. ഓക്കെ, നൗ വൺ റിസൾട്ട് വി ആർ ഗോയിങ് ടു സീ ഇസ് ദാറ്റ് ഇഫ് ആർ ഈസ് എ റിംഗ് വിത്ത് യൂണിറ്റി, okay, if R is a ring with unity, you know what is a unity, right? The multiplicative inverse we call it as not multiplicative inverse, അതായത് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടുള്ള യൂണിറ്റി അല്ലേ. അതായത് ഇപ്പോൾ റിങ് നിങ്ങൾ ഡിഫൈൻ ചെയ്യാം ആർ പ്ലസ് ഡോട്ട്, അതായത് ഇഫ് യു ടേക്ക് an element a and b in R, so if AB inverse, right, that is if AB is equal to
yeah, AB is equal to 1, then we say that B is actually the inverse of multiplicative inverse of A, or A is the multiplicative inverse of B, and this is actually our multiplicative identity known as the unity. Okay, unity. So R is a ring with unity, and N is an ideal of R containing a unit. Okay, a യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള ഒരു എലിമെൻറ്റ്, ആ റിങ്ങിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള എലിമെൻറ്റ് നമ്മൾ യൂണിറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, റിങ് എടുത്താൽ അതിൽ ഉള്ള മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലിമെൻറ്റ്സിനെ നമ്മൾ യൂണിറ്റ് എന്ന് വിളിക്കും. സോ അത് നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം സോ ഇപ്പോൾ R is a ring with unity and N is a ideal of R containing a unit, then N equal to R. അതായത് R റിംഗ് ആണ് വിത്ത് യൂണിറ്റി ആൻഡ് N ഒരു ഐഡിയൽ ആണ് ആറിൻ്റെ, പക്ഷേ ഇറ്റ് കണ്ടെയ്ൻസ് എ യൂണിറ്റ്, ഇതിൽ യൂണിറ്റ് ഉണ്ട്, ഒരു യൂണിറ്റ് എലിമെൻ്റ് ഉണ്ട് എങ്കിൽ N എന്ന് പറഞ്ഞാൽ R തന്നെ ആയിരിക്കും. സോ ദാറ്റ് ഇസ് എ തിങ്. സോ ദ പ്രൂഫ് ഇറ്റ്സ് എ സ്മോൾ പ്രൂഫ്. സോ ലെറ്റ് N ബി എൻ ഐഡിയൽ ഓഫ് R. ഓക്കെ, N നമ്മൾ ഐഡിയൽ ഓഫ് R എടുക്കുക, ആൻഡ് സപ്പോസ് U ബിലോങ്സ് ടു N. Okay, that is, and for some unit U in R. Okay, അതായത് നമ്മൾക്ക് ഇവിടെ കാണിക്കേണ്ടത് എന്താ വെച്ചാൽ എന്നിൽ ഒരു യൂണിറ്റ് എലിമെൻ്റ് ഉണ്ടെങ്കിൽ N R തന്നെ ആയിരിക്കും കാണിക്കണം. ഓക്കെ, അത് നമുക്ക് കാണിക്കേണ്ടത്. സോ N ഓൾറെഡി ഒരു ഐഡിയലാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന N ഐഡിയൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് അതിലൊരു യൂണിറ്റ് എലിമെൻ്റ് എന്ന് അസ്യൂം ചെയ്യാം. സോ അതിന് നമ്മൾ U എന്ന് എടുക്കാനായിരിക്കും. ഓക്കെ, എങ്കിൽ N R തന്നെ ആവുമെന്ന് കാണിക്കണം. സോ സിൻസ് N ഈസ് എൻ ഐഡിയൽ, if you take any R in R, Rn will be subset of N. അതാണ് definition. Okay, Rn will be subset of N, and in particular when U is in N, okay, in particular when U is in N, അത് U എന്ന യൂണിറ്റ് N തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം പറഞ്ഞല്ലോ യൂണിറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് മുകളിൽ, അപ്പോൾ ആ യൂണിറ്റ് എലിമെൻറ്റ് U ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഇഫ് യു ടേക്ക് R to be U ഇൻവേഴ്സ്, അപ്പം ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഏത് R നിങ്ങൾ ക്യാപിറ്റൽ R എന്ന് എടുത്താലും Rn എവിടെ ഉണ്ടാവും? Rn സബ്സെറ്റ് ഓഫ് N എന്ന മീനിങ് എന്താ? ഏത് R നിങ്ങൾ ക്യാപിറ്റൽ R എന്ന് എടുത്താലും Rn will belongs to N. അപ്പോൾ ഇവിടെ നമ്മൾ ആ N എടുക്കുന്നത് U ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഏത് R നിങ്ങൾ R എന്ന് എടുത്താലും RU എവിടെ ഉണ്ടാവും? Nൽ ഉണ്ടാവണം. എന്നിട്ട് നിങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ ഈ യുവിനെ ഇൻ പെർട്ടിക്കുലർ, കാരണം ആറിൽ ക്യാപിറ്റൽ ആറിലുള്ള എലിമെൻ്റ് ആണല്ലോ ഈ സ്മോൾ ആർ അല്ലേ? അപ്പോൾ R ക്യാപിറ്റൽ R ഉണ്ടെങ്കിൽ U ഇൻവേഴ്സ് എന്ന് പറഞ്ഞ എലിമെൻറ്റ് അവിടെ ഉണ്ടാവും, ക്യാപിറ്റൽ ആറിൽ ഉണ്ടാവും. അപ്പോൾ ഈ R ഇൻ പെർട്ടിക്കുലർ നമ്മൾ U ഇൻവേഴ്സ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ U ഇൻവേഴ്സ് ആക്കി എടുത്താൽ എന്താ കിട്ടുക? Rn ബിലോങ്സ് ടു U, അല്ലെ സോറി, Rn ബിലോങ്സ് ടു N, അല്ലെങ്കിൽ RU ബിലോങ്സ് ടു N ആണ് നമ്മളിപ്പോൾ കയ്യിലുള്ളത്. അതിൽ നമ്മൾ Rന് U ഇൻവേഴ്സ് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? U ഇൻവേഴ്സ് U ബിലോങ്സ് ടു N കിട്ടും. അപ്പോൾ U ഇൻവേഴ്സ് U എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? 1 വരും, കാരണം യുവിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് U ഇൻവേഴ്സ്, കാരണം അത് U യൂണിറ്റ് ആണ്. U യൂണിറ്റ് ആണെങ്കിൽ അതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും റിങ്ങിൽ. അപ്പം ആ റിങ്ങിലുള്ള ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമ്മൾ എടുക്കുകയാണ് R ആയിട്ട്. അപ്പോൾ U ഇൻവേഴ്സ് U എന്ന് പറഞ്ഞാൽ N കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 ബിലോങ്സ് ടു N കിട്ടി. അപ്പോൾ സിൻസ് R is arbitrary, we have taken R നമ്മൾ ആർബിട്രറി ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ Rn will be subset of N for all R belongs to R. അതായത് ഏത് R എടുത്താലും it will belong, Rn will be subset of N. Okay, so that means that, അതായത് നിങ്ങൾ ഏത് R എന്ന് എടുത്താലും Rn will be subset of N ആണ്. നമുക്ക് ഓൾറെഡി നമുക്ക് എന്ത് കിട്ടി? 1 N 2 എന്ന് കിട്ടി. അപ്പോൾ ഇനി നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ യുവിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ 1 എടുക്കുക. അപ്പോൾ ഏത് R എന്ന് എടുത്താലും Nലൊരു എലിമെൻറ്റ് നമ്മൾ 1 ചൂസ് ചെയ്താൽ R × 1 എവിടെ ഉണ്ടാവും? N തന്നെ ഉണ്ടാവും. പക്ഷേ R × 1 എന്താ? R ആണ്. സോ വി ആർ ബി ഗെറ്റ് ഏത് R നിങ്ങൾ R എന്ന് എടുത്താലും ആ R Nലുണ്ടെന്ന് കിട്ടും. ആദ്യം നമ്മൾ കാണിച്ചത് എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു N ഐഡിയലാണ്, അതിൻ്റെ ഒരു യൂണിറ്റ് എലിമെൻറ്റ് U എടുത്തു, അതായത് അതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ കാണിച്ചു ഇതിപ്പോൾ യുവിലുണ്ടെന്ന് എടുത്തു. എന്നിട്ട് നമ്മൾ അപ്പം N ഐഡിയൽ കൊണ്ട് ഏത് R നിങ്ങൾ R എന്ന് എടുത്താലും, ഏത് സ്മോൾ R നിങ്ങൾ ക്യാപിറ്റൽ R എന്ന് എടുത്താലും RU will belongs to N. അപ്പം RU will belongs, ഇങ്ങനെ എഴുതുന്നതിൻ്റെ മീനിങ് അതാണ്. R in subset of N ഉദ്ദേശിക്കുന്നത് ഏത് R എന്ന് എടുത്താലും for all U in N RU belongs to N ആയിരിക്കണം. ഓക്കെ, സോ RU belongs to N എന്ന് കാണിച്ചു, കാരണം ഐഡിയൽ ആണല്ലോ. ഇനി നമ്മൾ R ഇൻ പെർട്ടിക്കുലർ U ഇൻവേഴ്സ് എന്ന് എടുത്തു, ഈ യുവിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? U ഇൻവേഴ്സ് U ബിലോങ്സ് ടു N കിട്ടി, അതായത് 1 ബിലോങ്സ് ടു N കിട്ടി. അതായത് 1 മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി Nലുണ്ടെന്ന് കിട്ടി.
ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്നിലുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? n ഐഡിയൽ അതിനെ കൊണ്ട് n ഐഡിയൽ അതിനെ കൊണ്ട് ru belongs to n for all r in r. Okay, for u in n, for all u in n. So but you take u to be 1, കാരണം അപ്പം നമുക്ക് കിട്ടില്ല 1 എന്നിലുണ്ട്. അപ്പം ഈ യുവിനെ നമ്മൾ 1 എടുക്കുക. അപ്പം r1 belongs to n കിട്ടും. for all r belongs to r. അതിൻ്റെ മീനിങ് എന്താ? ഏത് എലിമെൻറ്റ് r എടുത്താൽ ആ എലിമെൻറ്റ് എന്നിലുണ്ടെന്ന് കിട്ടി. So r n ഒക്കെ ഒന്ന് തന്നെയാണ്. So we get r is equal to n, and n is actually subset of r. Okay, so we can get that r is equal to n. ഏത് എലിമെൻറ്റ് n എടുത്തിട്ട് നമ്മൾ ആ എലിമെൻറ്റ് ഏത് എലിമെൻറ്റ് r എടുത്തിട്ട് നമ്മൾ ആ എലിമെൻറ്റ് n-ലുണ്ടെന്ന് കാണിച്ചു. അപ്പം r സബ്സെറ്റ് ഓഫ് n എന്ന് കിട്ടി. തിരിച്ച് നമുക്ക് ഓൾറെഡി അറിയാം n സബ്സെറ്റ് ഓഫ് r ആണ്. അപ്പം എന്തായാലും r ഈക്വൽ ടു n ആണ്. ദാറ്റ് ഇസ് എ പ്രൂഫ്. ഇനി ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് എന്താ ഇവിടുന്ന് മനസ്സിലായ കാര്യം എന്താണ്? ശരിക്കും നമുക്ക് മനസ്സിലായത്, ഇഫ് r is a ring with unity and n is an ideal of r containing a unit, അങ്ങനെയെങ്കിൽ n-ഉം r-ഉം ഒക്കെ സെയിം ആയിരിക്കും. n-ഉം r-ഉം സെയിം ആയിരിക്കും. ഈ തിയറത്തിനൊരു ഇമ്പോർട്ടൻറ്റ് കൊറോളറി ഉണ്ട്. അതെന്താ പറയുന്നത് വെച്ചാൽ, ഫീൽഡ് കണ്ടെയ്ൻസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ്. ഒരു ഫീൽഡിന് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ്. it has no proper non trivial ideals. അപ്പം അതായത് ഒരു ഫീൽഡിന് ഐഡിയൽസ് ഉണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ സിംഗിൾട്ടൺ 0 അല്ലെങ്കിൽ എഫ് ആയിരിക്കും. ആ സെയിം ഫീൽഡ് ആയിരിക്കും. അതാണ് പറയുന്നത്. അത് നമുക്ക് കിട്ടും ശരിക്കും ഈ മുകളിലത്തെ റിസൾട്ട് തന്നെ. അതായത് എവറി നോൺ സീറോ എലിമെൻറ്റ് ഓഫ് എ ഫീൽഡ് ഇസ് എ യൂണിറ്റ്. അത് നമ്മൾ ഫീൽഡിൻ്റെ ഡെഫിനിഷൻ എന്താ ശരിക്കും? അതിലുള്ള ആ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി, അതിലുള്ള ഏത് യൂണിറ്റിൻ്റെയും നോൺ സീറോ ആയിട്ടുള്ള ഏത് എലിമെൻറ്റ് എടുത്താലും അതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ഫീൽഡ് എന്ന് വിളിക്കും. സിൻസ് എവറി നോൺ സീറോ എലിമെൻറ്റ് ഓഫ് എ ഫീൽഡ് ഇസ് എ യൂണിറ്റ്, it follows from the above theorem that an ideal of a field f is either singleton 0 or f. അതായത് അതിൻ്റെ പ്രോപ്പറായിട്ടൊരു ഐഡിയൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പ്രോപ്പറായിട്ട് നോൺ ട്രിവിയൽ ആയിട്ടൊരു ഐഡിയൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ട്രിവിയൽ ആയിട്ടുള്ള ഐഡിയലാണ് ഈ സിംഗിൾട്ടൺ 0 എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർ നോൺ ട്രിവിയൽ ആയിട്ടൊരു ഐഡിയൽ ഉണ്ടാവില്ല. ഐഡിയൽ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അത് സിംഗിൾട്ടൺ 0 ആയിരിക്കും, അല്ലെങ്കിൽ അത് ഫുൾ ഓഫ് നമ്മളെ എഫ് തന്നെ ആയിരിക്കും. കാരണം ഒന്നുകിൽ സിംഗിൾട്ടൺ 0 ആയിരിക്കും, ഇല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഐഡിയൽ ഉണ്ടെന്ന് എടുക്കുക. പക്ഷേ ഇതിലുള്ള ഏത് എലിമെൻ്റ് എടുത്താലും നമുക്ക് ഈ നമ്മളടുത്തുള്ള ഈ ഫീൽഡിലുള്ള ഏത് എലിമെൻ്റ് എടുത്താലും യൂണിറ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഫോം ചെയ്യുന്ന ഐഡിയലുള്ള എലിമെൻസും യൂണിറ്റ്സ് ആയിരിക്കും. അപ്പം എന്താ ഇവിടെ നമ്മളെ റിസൾട്ട് എന്താ പറയുന്നത്? നിങ്ങൾ എന്നിലൊരു യൂണിറ്റ് ഉണ്ടെങ്കിൽ എന്നിലൊരു യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? n ആർക്ക് സെയിം ആണ്. അതുകൊണ്ടാണ് ഈ തിയറത്തിൻ്റെ കൊറോളറി ആയിട്ട് ഈ റിസൾട്ട് പറയുന്നത്. സോ ഈ ഫീൽഡ് കണ്ടെയ്ൻസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ്. ഓക്കെ, the field contains no proper non-trivial ideals. So next നമ്മൾ നോക്കാൻ പോണത് മാക്സിമൽ ഐഡിയൽ എന്ന കോൺസെപ്റ്റാണ്. എന്താണ് ഈ മാക്സിമൽ ഐഡിയൽ എന്ന് വെച്ചാൽ, സോ എ മാക്സിമൽ ഐഡിയൽ ഓഫ് എ റിംഗ് R is an ideal M different from R, okay, which is not equal to R, such that there is no proper ideal N of R properly containing M. അതായത് ഒരു റിംഗ് R എടുക്കുക, അതിൻ്റെ ഒരു ഐഡിയൽ, ഇത് നമ്മൾ മാക്സിമൽ ഐഡിയൽ എന്ന് വിളിക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു n, അതായത് എമ്മിനെ പ്രോപ്പർലി കണ്ടെയ്ൻ ചെയ്യുന്ന ആറിൻ്റെ വേറൊരു ഐഡിയൽ n ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു n ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഈ എമ്മിനെ നമുക്ക് മാക്സിമൽ ഐഡിയൽ എന്ന് വിളിക്കാം. ഓക്കെ, സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ആക്ച്വലി എ മാക്സിമൽ ഐഡിയൽ. സോ നമുക്കറിയാം ഏത് ഐഡിയൽ നമ്മൾ സെറ്റിൻ്റെ എടുത്താലും അതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു NZ ഫോമിലായിരിക്കും. ഓക്കെ, ഇഫ് യു ടേക്ക് എനി ഐഡിയൽ ഓഫ് ദിസ് റിംഗ് Z പ്ലസ് ഡോട്ട്, അതിൻ്റെ ഐഡിയൽസ് എല്ലാം NZ ഫോമിലേക്ക്, വേർ n ബിലോങ്സ് ടു Z, 2Z 3Z 4Z 5Z അങ്ങനെ എല്ലാം. ആൻഡ് ദ മാക്സിമം ഐഡിയൽസ് ഓഫ് Z, ഈ റിങ്ങിൻ്റെ മാക്സിമം ഐഡിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒന്നുമല്ല PZ ഫോംസിലായിരിക്കും. ഓക്കെ, PZ ഫോമിലായിരിക്കും, വേർ P ഈസ് ആക്ച്വലി എ പ്രൈം. P പ്രൈം ആകുമ്പോൾ ആയിരിക്കും അത് P പ്രൈം ആവുന്നതെല്ലാം മാക്സിമം ഐഡിയൽ. ഇപ്പോൾ 2Z ഒരു മാക്സിമം ഐഡിയലാണ്, അതുപോലെ 3Z ഒരു മാക്സിമൽ ഐഡിയലാണ്, അതുപോലെ 5Z ഒരു മാക്സിമൽ ഐഡിയലാണ്, അങ്ങനെ അതുപോലെ. അപ്പോൾ Z എന്ന റിംഗ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഐഡിയൽസ് എന്ന് പറഞ്ഞാൽ NZ ആയിരിക്കും, NZ ഫോമിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ
പി പ്രൈം ആകുമ്പോൾ കിട്ടുന്ന ഐഡിയൽസ്, അതായത് പി സെറ്റ്സ് എല്ലാം മാക്സിമൽ ഐഡിയൽസ് ആയിരിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ അതാണ്. ഓക്കെ, സോ ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ഉണ്ട് ഇതിന് റിലേറ്റഡ് ആയിട്ട് നമ്മളെ ആൾജിബ്രയിൽ. ആ റിസൾട്ടാണ് ഇത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. അതായത് ആർ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണെങ്കിൽ then M is a maximal ideal of R if and only if R by M is a field. അതായത് M ആറിൻ്റെ മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ ദ ഫാക്ടർ റിംഗ് R by M will be actually a field. റിവേഴ്സും, ആർ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്, R by M ഫീൽഡ് ആണെങ്കിൽ M മാക്സിമം ഐഡിയൽ ഓഫ് R ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങളതിൽ രണ്ട് കണ്ടീഷൻസ് കിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ. ഇനി അതായത് മാക്സിമം ആയിട്ടുള്ള ചെക്ക് ചെയ്യാൻ നിങ്ങൾ ഇത് ചെക്ക് ചെയ്താൽ മതി. ആർ ബൈ എം ഒരു ഫീൽഡാണോ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ആർ ബൈ എം ഫീൽഡാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് പറയാം എം ഒരു മാക്സിമം എന്ന് പറയാം. സോ പ്രൊവൈഡ് ആർ ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. സോ വിൽ സീ ദ പ്രൂഫ് ഒന്ന് നോക്കാം. സോ സപ്പോസ് എം ഈസ് എ മാക്സിമൽ ഐഡിയൽ. ഓക്കെ, എം ഒരു മാക്സിമൽ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആർ ബൈ എം ഇസ് എ ഫീൽഡ് എന്നാണ്. ഓക്കെ, ഇറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ്സ് എ നെസസറി കണ്ടീഷൻ. So given R is a commutative ring with unity, okay, so here R by M is also a commutative ring with unity if M is not equal to R. Okay, അതായത് ആർ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി തന്നിട്ടുണ്ട്. അപ്പം ആർ ബൈ എം എന്ന് പറയുന്ന ഫാക്ടർ റിംഗ് ഒരു റിംഗ് ആണ്, ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആയിരിക്കും വിത്ത് യൂണിറ്റി. ആൻഡ് എം ഇസ് വെർ എം ഇസ് നോട്ട് ഈക്വൽ ടു ആർ. ഇപ്പോൾ എം ഈക്വൽ ടു ആർ ആയി എന്താ സംഭവിക്കാം? ഇപ്പോൾ എം ഈസ് ഈക്വൽ ടു ആർ, ആർ ബൈ ആർ എന്ന് പറയുന്ന ഫാക്ടർ റിംഗ് എന്താണ്? ഇസ് കണ്ടെയ്ൻസ് ഓൺലി വൺ എലിമെൻറ്റ്, 0 പ്ലസ് ആർ അല്ലേ. ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഐഡിയലിൻ്റെ അഡിറ്റീവ് കോസറ്റ്സ് എല്ലാം അല്ലേ. അപ്പം 0 പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സിംഗിൾ എലിമെൻറ്റ് നമ്മൾ ഈ റിംഗിൽ ഉണ്ടാവുള്ളൂ. സോ ഇറ്റ്സ് നത്തിങ് ബട്ട് റിംഗ് വിത്ത് സിംഗിൾട്ടൺ 0. ഓക്കെ, so our discussion is not that, just to mention ചെയ്യുന്നുള്ളൂ. So if R is a commutative ring with unity and R by M is actually a commutative ring with unity, okay, if M is not equal to R. So what we have to show is that R by M is actually a field. R by M ഒരു field ആണ് നമുക്ക് കാണിക്കേണ്ടത്. So let A plus M belongs to R by M. ഒരു എലിമെൻറ്റ് R by M എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അഡിറ്റീവ് കോസറ്റ്സ് ഓഫ് M ആയിരിക്കും. അപ്പം A plus M എന്നൊരു എലിമെൻറ്റ് എടുക്കുക. വിത്ത് എ ഈസ് നോട്ട് ഇൻ എം, വിത്ത് എ ഈസ് നോട്ട് ഇൻ എ എമ്മിലുള്ള എലിമെൻ്റ് അല്ല. എ എമ്മിലെ എലിമെൻ്റ് ആണ് എന്താ ചെയ്യുമ്പോൾ 0 പ്ലസ് എം, എ പ്ലസ് എം എന്ന് പറഞ്ഞാൽ 0 പ്ലസ് എം എന്നെ മാറാം. 0 പ്ലസ് എം എന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഐഡൻറ്റിറ്റി എലിമെൻറ്റ് ആർ ബൈ എം എന്ന റിംഗിലുള്ള അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആണ് ശരിക്കും അത് 0 പ്ലസ് എം. അപ്പം ഇത് പറയുന്നത് ലെറ്റ് എ പ്ലസ് എം ബിലോങ്സ് ടു ആർ ബൈ എം വിത്ത് എ നോട്ട് ഈക്വൽ ടു എം, so that a plus m is not the additive identity of r plus m. Okay, അപ്പോൾ a plus m is not the additive identity of r by m. r by m additive identity അല്ല a plus m എന്ന് പറയും suppose. And suppose that a plus m has no multiplicative inverse in r by m. അതായത് a by m എന്ന എലിമെൻറ്റ് നമ്മൾ r by m എടുക്കും, കാണിക്കേണ്ട r by m ഫീൽഡ് ആണെന്നാണ്. സോ നമ്മൾ ഒരു നോൺ ഐഡൻറ്റിറ്റി എലിമെൻറ്റ് നമ്മൾ r by m എടുത്തു, അതാണ് a plus m. എന്നിട്ട് ഇതിന് നമുക്ക് ശരിക്കും കാണിക്കേണ്ടത് എന്താണ്? ശരിക്കും ആർ ബൈ എം യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെന്നാണ് കാണിക്കേണ്ടത് ശരിക്കും നമുക്ക്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന അവിടെ എം മാക്സിമൽ ഐഡിയലാണ്. ഓക്കെ, എം മാക്സിമൽ ഐഡിയൽ ഓഫ് ആർ ആണ്. എ പ്ലസ് എം എന്ന് പറയുന്ന ആർ ബൈ എം എലിമെൻറ്റ് അതിന് സപ്പോസ് നമ്മൾ അസ്യൂം ചെയ്യണം, സപ്പോസ് ഇറ്റ് ഹാസ് നോ മാക്സിമൽ ഐഡിയൽ, സോറി ഇറ്റ് ഹാസ് നോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ലാന്ന് അസ്യൂം ചെയ്യാണ്. പിന്നെ നമ്മൾ കാണിക്കാതെ കോൺട്രഡിക്ഷൻ വെച്ച് കാണിച്ച് പറയും അത് തെറ്റാണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട് എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആർ ബൈ എം ഒരു ഫീൽഡാണ്. ഇങ്ങനെ പ്രൂഫ് പോകണം. അപ്പോൾ ഇതിൽ നമ്മൾ അസ്യൂം ചെയ്യും, സപ്പോസ് നമ്മൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ വരെ ഈ പോർഷൻ നമ്മൾ കോൺട്രഡിക്ഷൻ കാണിക്കും ലാസ്റ്റിൽ. അപ്പം സപ്പോസ് ദിസ് ഈസ് എ ഫാക്ട് ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് നോ ബി പ്ലസ് എം സച്ച് ദാറ്റ് എ പ്ലസ് എം ഇൻറ്റു ബി പ്ലസ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എം ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു അതായത് ഇതിന് അഡിറ്റീവ് ഇൻവേഴ്സ് ഇല്ലാന്ന് എടുക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു എലിമെൻറ്റ് ബി പ്ലസ് എം എക്സിസ്റ്റ് ചെയ്യില്ല. ഫോർ വിച്ച് എ പ്ലസ് എം ഇൻറ്റു ബി പ്ലസ് എം ഈസ് ഈക്വൽ ടു 1 പ്ലസ് എം. ഇനി നൗ യു കൺസിഡർ ദ സെറ്റ് ആർ ബൈ എം എ പ്ലസ് എം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ ഒരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു, നമ്മൾ ഐഡിയൽസ് ഡിഫൈൻ ചെയ്തപ്പോൾ ആർ റിംഗ് എടുത്തു, എൻ അതിൻ്റെ ഒരു ഐഡിയൽ എടുത്തു. സോറി, ഐഡിയലാണെന്ന് പറയണമെങ്കിൽ എൻ സബ്സെറ്റ് ഓഫ് ആർ ഐഡിയലാണെന്ന് പറയണമെങ്കിൽ എന്താവണം? എ എൻ സബ്സെറ്റ് ഓഫ് എൻ എന്ന് പറയണം. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? സെറ്റ് ഓഫ് ഓൾ എ സ്മോൾ എൻ വേർ എൻ ബിലോങ്സ് ടു എൻ. സോ അതാണ് എ എന്ന് പറയുന്നത്. അപ്പം അതേപോലെ ഇവിടെ നിങ്ങൾ ഇതൊരു സെറ്റായിട്ട് കാണും, ഇതൊരു സെറ്റാണ്, ആർ ബൈ എം.
ഇത് ഈ സെറ്റിലൊരു എലിമെൻ്റ് ആണ്. എ പ്ലസ് എന്ന് പറഞ്ഞാൽ ആർ ബൈ എമ്മിലൊരു എലിമെൻ്റ് ആണ്. അപ്പം സോ ആർ ബൈ എം എ പ്ലസ് എം is given as set of all r plus m, small r plus m, a plus m, where r plus m belongs to r by m. Okay, so ഈ സെറ്റ് ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അത് ഇങ്ങനെയാണ് അതിൻ്റെ എലിമെൻറ്റ്സ് ഉണ്ടാവും, r plus m into a plus m, where r plus m belongs to r by m. So it does not contain 1 plus m. Okay, it will not contain 1 plus m. അതെ, അപ്പോൾ ഇവിടെ ശരിക്കും 1 plus m will not contain in this set because 1 plus m സെറ്റിലുണ്ട്. എന്താ സംഭവിക്കുക, 1 plus m എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ സെറ്റിലുണ്ടെങ്കിൽ അതിന് നമുക്ക് ഏതെങ്കിലും ഒരു r plus m ടൈംസ് a plus m എന്ന് എഴുതാം, where r plus m belongs to r by m. പക്ഷേ അതിൻ്റെ മീനിങ് ശരിക്കും എന്താ, ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് വരും, a plus m ൻ്റെ ഇൻവേഴ്സ് ആണ് r plus m എന്ന് വരും. പക്ഷേ നമുക്കറിയാം a plus m ൻ്റെ ഇൻവേഴ്സ് അവിടെ ഇല്ല, r by m ഇല്ല എന്നറിയാം. അപ്പോൾ ഒരിക്കലും 1 plus m does not contain actually in this particular set. Okay, so അത്രയും നമുക്ക് ക്ലിയർ ആണ്. So also what we can say is C is actually that r by m a plus m is actually an ideal of r by m. അപ്പോൾ അത് r by n a plus എന്ന് പറഞ്ഞാൽ ശരിക്കും r by m ഒരു ഐഡിയൽ ആയിരിക്കും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പ്രൂഫ് ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് യു ക്യാൻ ചെക്ക് ഫോർ ദാറ്റ്. എങ്ങനെ ഐഡിയലാണ് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം. ഇതാണ് നിങ്ങളെ സെറ്റ് n, ഇത് നിങ്ങളെ റിങ് R ആക്കി എടുക്കുക, അതിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് രണ്ട് കാര്യം കാണിക്കണം, അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആണെന്ന് അഡിറ്റീവ് സബ് ഗ്രൂപ്പ് ആണെന്ന് കാണിക്കണം, അതുപോലെ വേറെ രണ്ട് കണ്ടീഷനും കാണിക്കണം. സോ ഐ ഹാവ് റിട്ടൺ ഇറ്റ്. ഓക്കെ, സോ അത് ഞാൻ നിങ്ങൾക്ക് നോട്ട്സിലും തരാം, പക്ഷെ നിങ്ങളത് സ്വന്തമായി ചെയ്ത് വെക്കാം. ഓക്കെ, സോ അപ്പം r by m a plus m is actually an ideal of r by m എന്ന് കിട്ടും. ഓക്കെ, സോ now we have this result. actually ഇത് നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ കണ്ട റിസൾട്ടാണ്. അതായത് if phi is actually a mapping from r to r dash, okay, r and r dash are two rings. If it is a ring homomorphism and n is an ideal of r, then phi of n will be an ideal of phi of r. Also phi of n need not be an ideal of r dash, and if n dash be an ideal either of phi of r or r dash, then phi inverse of n dash is an ideal of r. അപ്പം ഈ ഒരു റിസൾട്ട് നിങ്ങൾ കഴിഞ്ഞ അതിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മളതിവിടെ യൂസ് ചെയ്യാൻ പോവാണ്. സപ്പോസ് യു ടേക്ക് എ മാപ്പിംഗ് ഫ്രം r to r by m. okay, a homomorphism as gamma is a homomorphism from r to r by m. The canonical homomorphism അത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഗാമ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എമ്മിലേക്ക് മാപ്പ് ചെയ്യുക. അപ്പം ഈ ഹോമോർഫിസം കൺസിഡർ ചെയ്യുക. ദെൻ അതായത് നമ്മൾ ഈ റിസൾട്ടാണ് ഉപയോഗിക്കുന്നത്, അതായത് നമ്മൾ മോൾ ചെയ്ത റിസൾട്ട് r എന്ന് r ഡാഷിലേക്ക് റിംഗ് ഹോമോർഫിസം ഉണ്ടെങ്കിൽ, അതിന് ഓൾറെഡി നമ്മൾ കാണിച്ചു ഇത് r by m a plus m എന്നുള്ള r by m ൻ്റെ ഒരു ഐഡിയലാണെന്ന് കാണിച്ചു. അപ്പം ഇവിടെ കാണാൻ നിങ്ങൾക്ക് if n dash is an ideal of phi of r or r dash, so it's actually an ideal of r by m. ഓക്കെ, ഇവിടെ r dash എന്ന് പറഞ്ഞാൽ r by m ആണ്. then phi inverse of n dash is an ideal of r, അതായത് ഗാമ ഇൻവേഴ്സ് ഓഫ് നമ്മൾ ഐഡിയൽ is actually an ideal of r. okay, it's a proper ideal of r containing m. അപ്പോൾ m എന്നൊരു ഐഡിയലിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഐഡിയലാണ് എന്താ പറയുക, ഗാമ ഇൻവേഴ്സ് ഓഫ് r by m a plus m. ഓക്കെ, സോ വാട്ട് വി ഗെറ്റ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയായിരുന്നു, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് m ഒരു മാക്സിമൽ ഐഡിയൽ ആണ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കിവിടെ വേറൊരു ഐഡിയൽ കിട്ടി വിച്ച് കണ്ടെയ്ൻസ് m, വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ r. That means we get that a contradiction to our assumption that m is maximal ideal. So what we can say is that നമ്മൾ എടുത്ത assumptionൽ ഒരു തെറ്റുണ്ട്, അതായത് m മാക്സിമൽ ഐഡിയൽ ആണ് എങ്കിൽ നമ്മൾ എടുത്ത assumption എന്തായിരുന്നു, a plus m has no multiplicative inverse in r by m. അത് തെറ്റാണ്, അതായത് a plus m will have multiplicative inverse in r by m. So r by mൽ നമ്മളൊരു നോൺ സീറോ എലിമെൻ്റ് എടുത്തു, അതിന് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിച്ചു. അപ്പം
എന്തായി ആർ ബൈ എം ഒരു ഫീൽഡായി. ആർ ബൈ എം ഇസ് എ field. Okay, now converse part, അതായത് the converse is actually that R is a commutative ring with unity and R by M ഒരു ഫീൽഡ് ആണ് എങ്കിൽ M ഒരു മാക്സിമൽ ഐഡിയലാണ് കാണിക്കുന്നത്. അത് എന്താ പറയുന്നത് വെച്ചാൽ സപ്പോസ് R by M is a field and if N is any ideal of R such that M is contained in N which is contained in R and gamma is an canonical homomorphism of R onto R by M, then gamma of N is an ideal of R by M with singleton 0 plus M contained in gamma of N contained in R of M. Okay, അതായത് നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അസ്യൂം ചെയ്യാണ് ആർ ബൈ എം ഫീൽഡ് നമ്മൾ അസ്യൂം ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ വേറെ അസംഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ സപ്പോസ് എൻ ഈസ് എനി ഐഡിയൽ ഇൻ ആർ സച്ച് ദാറ്റ് എം ഇസ് കണ്ടെയ്ൻഡ് ഇൻ എൻ കണ്ടെയ്ൻഡ് ഇൻ ആർ പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ എൻ കണ്ടെയ്ൻഡ് ഇൻ ആർ. അതായത് എൻ അത് എം അല്ല മാക്സിമൽ ഐഡിയൽ എന്ന്, അതായത് എൻ എന്നൊരു വേറൊരു ഐഡിയൽ ഉണ്ട് വിച്ച് കണ്ടെയ്ൻസ് എം എന്ന് എടുക്കുകയാണ്. അതായത് എം ഇസ് നോട്ട് എ മാക്സിമൽ ഐഡിയൽ അസ്യൂം ചെയ്യാണ്. അതായത് ആർ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. ഓക്കെ, ആർ ബൈ എം ഇസ് എ ഫീൽഡ് ആൻഡ് വി ആർ അസ്യൂമിങ് ദാറ്റ് സപ്പോസ് എം ഇസ് നോട്ട് എ മാക്സിമൽ ഐഡിയൽ എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഇത് നമ്മൾ അതിന് കോൺട്രഡിക്ഷൻ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എടുക്കുന്ന ഗാമ എന്ന് പറയുന്ന ഒരു കനോണിക്കൽ ഹോമോമോർഫിസം, അതായത് ഗാമ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എമ്മിലേക്ക് മാപ്പ് ചെയ്യുന്നത് ആണ്. അപ്പം ഇഫ് യു ടേക്ക് എൻ റിംഗ് ഹോമോമോർഫിസം ഫ്രം ആർ ടു ആർ ഡാഷ്, അത് ഈ റിസൾട്ടിന് ഉപയോഗിക്കാം. ആർ ടു ആർ ഡാഷ് ആൻഡ് എൻ ഇസ് എൻ ഐഡിയൽ ഓഫ് ആർ, ദെൻ ഫൈ ഓഫ് എൻ ഇസ് എൻ ഐഡിയൽ ഓഫ് ഫൈ ഓഫ് ആർ. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മളിങ്ങനത്തെ എൻ എടുക്കുന്നുണ്ട് ഐഡിയൽ ഓഫ് ആർ ആയിട്ട്. അങ്ങനെയെങ്കിൽ ഗാമ ഓഫ് എൻ ഇസ് ഓൾസോ എൻ ഐഡിയൽ ഓഫ് ആർ ബൈ എം വിത്ത് സിംഗിൾട്ടൺ 0 എം, അതായത് സിംഗിൾട്ടൺ 0 ഇൻ ആർ ബൈ എം. ഓക്കെ, ആർ ബൈ എമ്മിലുള്ള സിംഗിൾട്ടൺ 0 ഐഡിയൽ, അതായത് നമ്മളെ ട്രിവിയൽ ഐഡിയൽ ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഗാമ ഓഫ് എൻ. ഓക്കെ, ഗാമ ഓഫ് എൻ is actually the ideal in R by M we are getting. So this is contained in this ideal which is again contained in R by M. So it's actually a subset of R by M. So since it's an ideal, അപ്പോൾ എന്ത് കിട്ടി നമുക്ക് എന്താ കിട്ടുന്നത് വെച്ചാൽ ഒരു ഫീൽഡായ ആർ ബൈ എമ്മിന് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള നോൺ ട്രിവിയൽ ഐഡിയൽസ് കിട്ടി. പക്ഷെ അത് സംഭവിക്കില്ല. കാരണം ഒരു ഫീൽഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഐഡിയൽസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ട്രിവിയൽ ആയിട്ടുള്ള സിംഗിൾട്ടൺ 0 വരുന്ന ആ ഐഡിയൽ ആയിരിക്കും, ഇല്ലെങ്കിൽ ഫുൾ ഫീൽഡ് തന്നെ ആയിരിക്കും. അപ്പം ഇവിടെ വി ആർ ഗെറ്റിംഗ് എ കോൺട്രഡിക്ഷൻ ദാറ്റ് ഫീൽഡ് കണ്ടെയ്ൻസ് പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽ. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, അത് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? സോ വി ഹാവ് എ കോൺട്രഡിക്ഷൻ. സോ സച്ച് എൻ അങ്ങനത്തെ എൻ എക്സിസ്റ്റ് ചെയ്യൂല. അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക? ഇഫ് ആർ ബൈ എം ഇസ് എ ഫീൽഡ് എങ്കിൽ ദെൻ എം വിൽ ബി ആക്ച്വലി എ മാക്സിമൽ ഐഡിയൽ. സോ അതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു implication. So we have proved both the portions, both the parts necessary and sufficient രണ്ടും കാണിച്ചു നമ്മൾ. Okay, so that is so it's a very important theorem in this particular subject. So please don't neglect this particular result. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു പി സെഡ് എന്ന് പറയുന്നത് ശരിക്കും മാക്സിമൽ ഐഡിയൽ ആയിരിക്കും ഞാൻ പറഞ്ഞിരുന്നു ഇസെഡിൽ. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് പറയാം. നമുക്കറിയാം ഇസെഡ് ബൈ എൻ സെഡ് ഇസെഡ് ബൈ എൻ സെഡ് എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു ഇസെഡ് ആയിരിക്കും ആസ് എ റിംഗ്. ആൻഡ് ഇസെഡ് എൻ എപ്പോഴാണ് ഫീൽഡ് ആവുക? ഇഫ് ആൻഡ് ഓൺലി ഇഫ് എൻ ഈസ് പ്രൈം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ദ മാക്സിമൽ ഐഡിയൽസ് ഓഫ് എൻ. ഓക്കെ, അതായത് ഇത് ഫീൽഡാണ്, അപ്പോൾ ഇതും ഫീൽഡാണ്. അപ്പോൾ ഇത് ഫീൽഡ് ആണെങ്കിൽ അത് ആർ ബൈ എൻ ഫീൽഡ് ആവണമെങ്കിൽ എൻ ഒരു മാക്സിമൽ ഐഡിയൽ ആയിരിക്കണം. അപ്പോൾ എൻ സെഡ് എല്ലാം മാക്സിമൽ ഐഡിയൽ ആയിരിക്കണം. പക്ഷേ ഇത് എപ്പോഴാണ് ഫീൽഡ് ആവുക? എൻ പ്രൈം ആകുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? The maximal ideals of Z are precisely the ideals Pz where P is prime. Okay, അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു എക്സാമ്പിൾ കിട്ടി, ക്ലിയർ കട്ട് എക്സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, നോ അപ്പോൾ ഒരു ഇംപ്ലിക്കേഷൻ കൂടി ഇവിടുന്ന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കൊറോളറി ഇവിടുന്ന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ഈസ് എ ഫീൽഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ്. അതായത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ഒരു ഫീൽഡ് ആവണമെങ്കിൽ it will have no proper non-trivial ideals. So ഒരു പാർട്ട് ഡയറക്റ്റ് ആണ് പറയാം. ഓൾറെഡി വി നോ ദാറ്റ് ഫീൽഡ് കണ്ടെയ്ൻസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ്. ഫീൽഡിന് ഒരിക്കലും ഒരു പ്രോപ്പർ ആയിട്ട് നോൺ ട്രിവിയൽ ഐഡിയൽസ് ഉണ്ടാവില്ല. ഒന്നെങ്കിൽ അത് 0 ആയിരിക്കും, അല്ലെങ്കിൽ അത് ഫുൾ ഓഫ്
ഫീൽഡ് ആയിരിക്കും. പക്ഷേ കോൺവേഴ്സ് പാർട്ട് പറയുകയാണെങ്കിൽ ഇഫ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആർ വിത്ത് യൂണിറ്റി ഹാസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ്, അതായത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ഹാസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ്, നമുക്ക് കാണിക്കേണ്ട ഇറ്റ് ഈസ് എ ഫീൽഡ് എന്നാണ്. ഓക്കെ, അതായത് ഇഫ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആർ വിത്ത് യൂണിറ്റി ഹാസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ് ദെൻ സിംഗിൾട്ടൺ സീറോ ഇസ് ആക്ച്വലി എ മാക്സിമൽ ഐഡിയൽ. സിംഗിൾട്ടൺ, അതായത് പ്രോപ്പർ ആയിട്ട് ഒരു നോൺ ട്രിവിയൽ ഐഡിയൽസ് ഒന്നുമില്ല. അപ്പോൾ ആകെയുള്ള ഐഡിയയിൽ നിന്ന് നമുക്കറിയാം ഏത് റിങ്ങിൻ്റെയും ഒരു ഐഡിയൽ ആയിരിക്കും സിംഗിൾട്ടൺ സീറോ. അപ്പോൾ സിംഗിൾട്ടൺ സീറോ തന്നെയാണ് ഇവിടുത്തെ മാക്സിമൽ ഐഡിയൽ, വേറെ ഒരു ഐഡിയലും ഇല്ല. ഓക്കെ, സോ അത് പ്രോപ്പറായിട്ട് വേറൊരു നോൺ ട്രിവിയൽ ഐഡിയൽസും ഇല്ല, പക്ഷേ ആ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയും ആണ്. അപ്പോൾ സീറോ ഇസ് എ മാക്സിമൽ ഐഡിയൽ ആയിരിക്കും. സീറോ ആയിരിക്കും അവിടുത്തെ മാക്സിമൽ ഐഡിയൽ. ഒരിക്കലും ആറ് മാക്സിമൽ ഐഡിയൽ എടുക്കില്ല, നമ്മൾ മാക്സിമൽ ഐഡിയൽ എടുക്കില്ല. കാരണം നമ്മൾ മാക്സിമൽ ഐഡിയൽ ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എൻ എം വിച്ച് ഇസ് നോട്ട് ആർ, which satisfies the condition that there is no proper ideal n of R properly containing m. അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പം സിംഗിൾട്ടൺ സീറോ ആണ് നമ്മൾ മാക്സിമൽ ഐഡിയൽ എടുക്കുക. അപ്പോൾ സിംഗിൾട്ടൺ സീറോ മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ ആർ ബൈ സിംഗിൾട്ടൺ സീറോ എന്താ വരിക? സിംഗിൾ സീറോ മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ ആർ ബൈ എം, അതായത് എം മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ ആർ ബൈ എം ഒരു ഫീൽഡ് ആവും. ഇതിൻ്റെ അപ്പോൾ എന്ത് കിട്ടി? സിംഗിൾട്ടൺ ആർ ബൈ സിംഗിൾട്ടൺ സീറോ, അതായത് ഇതൊരു ഫീൽഡ് ആയിരിക്കും. പക്ഷേ ദിസ് ഈസ് ഐസോമോർഫിക് ടു ബട്ട് ആർ, ഇത് ഐസോമോർഫിക് ടു ആർ ആണ്. അതുകൊണ്ട് എന്ത് കിട്ടി? ആർ ഒരു ഫീൽഡാണ് കിട്ടി. സോ എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ഈസ് എ ഫീൽഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ്. ഇതും അതിൻ്റെ ഒരു വെരി ഷാർപ്പ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്രോളറിയാണ്. അപ്പോൾ ഇതും മനസ്സിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ശരിക്കും കണ്ടുപിടിച്ചിരിക്കുന്നത്. Okay, we have found actually a question, answer to a particular question. അതായത് if you, and this is that question, ഇതാണ് question. അതായത് for a commutative ring with unity, what are the ideals n not equal to r, okay, for which r by n is a field. r by n ഫീൽഡ് ആവുന്ന ഏതൊക്കെ ഐഡിയൽസ് ആണ് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആർ ബൈ എൻ ഫീൽഡ് ആവുന്നുണ്ടെങ്കിൽ ആ എന്നിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? വി ഫൗണ്ട് ദാറ്റ് ഇഫ് R is a commutative ring with unity and n is an ideal, R by n ഫീൽഡ് ആവണമെങ്കിൽ n എന്തായിരിക്കണം? മാക്സിമൽ ഐഡിയലായിരിക്കണം. സോ അതാണ് നമുക്ക് കിട്ടുന്ന ഇംപ്ലിക്കേഷൻ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ആൻസറാണ്. അപ്പോൾ ഇത് എപ്പോഴാണ് ഫീൽഡ് ആവാന്ന ചോദ്യം അല്ലേ? അതേപോലെ നമുക്ക് വേറെ ചോദ്യം വേണം ചോദിക്കാം. അതായത് R കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ് ആൻഡ് വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് ഐഡിയൽസ് n not equal to r for which r by n is an integral domain. r by n integral domain ആവുന്ന ഏതൊക്കെ ടൈപ്പ് ഓഫ് ഐഡിയൽസ് ആണ് ഉണ്ടാവുക എന്ന് നമുക്ക് വേണം നോക്കാം. അപ്പോൾ അത് നമ്മൾ നോക്കി വരുമ്പോഴാണ് നമ്മൾ പ്രൈം ഐഡിയൽസ് എന്ന ഐഡിയൽസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ക്ലാസ് ഒന്നുകൂടി കാണുക, നിങ്ങൾ പഴയ നോട്ട്സൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.